അത് വൈകാരികമായി എടുത്ത തെറ്റായ തീരുമാനം. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപനം തിരുത്തി രവി മോഹൻ. തമിഴ് സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അഭിനയ രംഗത്തു നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയാണ് പ്രഖ്യാപിച്ച നടൻ രവി മോഹൻ. നമ്മുടെ സ്വന്തം ജയൻ രവി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. വിവാഹമോചന നടപടികൾ പൂർത്തിയാകുന്നതുവരെ സിനിമകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന മുൻ നിലപാട് തിരുത്തി താൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്തുകയാണെന്ന് താരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. JFW അച്ചീവേഴ്സ് അവാർഡ് വേദിയിൽ സംസാരിക്കവെയാണ് താരം തൻ്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചതും ആരാധകരോടും സിനിമാ ലോകത്തോടും മാപ്പ് പറഞ്ഞതും. തീർത്തും വൈകാരികമായ സാഹചര്യത്തിലാണ് താൻ അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും അത് തെറ്റായിരുന്നുവെന്നും താരം തുറന്നു പറഞ്ഞു. അവാർഡ് ചടങ്ങിൽ വെച്ച് വേദി പങ്കിട്ട ജയൻ രവി തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും എടുത്ത തെറ്റായ തീരുമാനത്തെക്കുറിച്ചും ഏറെ വികാരിതനായാണ് സംസാരിച്ചത്. എനിക്ക് ഈ വർഷം 46 തികയുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയോളം കാലം, അതായത് 23 വർഷവും ഞാൻ സിനിമയ്ക്കൊപ്പമാണ് ചിലവഴിച്ചത്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ തെറ്റ് നിങ്ങളെല്ലാം ഇത്രയധികം വേദനിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും എനിക്ക് 50-50 എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നെ കൂടുതൽ വൈകാരികമായി ബാധിച്ചു എന്ന് ജയൻ രവി പറഞ്ഞു. താൻ സിനിമ ഉപേക്ഷിക്കുകയാണ് പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ നൽകിയ പിന്തുണയെക്കുറിച്ചും അദ്ദേഹം ഓർത്തു. ഞാൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു. എന്നാൽ ഇൻഡസ്ട്രിയിലെ എല്ലാവരും എന്നെ വന്ന് കണ്ടു പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഇനി സിനിമയുടെ ഭാഗമാകില്ല എന്ന് മാത്രം പറയരുത്. അവരോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ജയൻ രവി കൂട്ടിച്ചേർത്തു. ഇനി തൻ്റെ ആരാധകരെ ചതിക്കില്ലെന്ന് ഉറപ്പു നൽകിയ താരം പൊന്നിയിൻ സെൽവനായോ കരാട്ടെ ബാബുവായോ താൻ ഉടൻ തന്നെ സ്ക്രീനിലേക്ക് തിരിച്ചെത്തുമെന്നും തനിക്ക് ആത്മവിശ്വാസം നൽകിയ എല്ലാവരോടും നന്ദി പറയുന്നതായും അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ താൻ നടത്തിയ വൈകാരികമായ വാർത്താസമ്മേളനത്തെക്കുറിച്ച് ഓർത്തെടുത്ത താരം അതിൻ്റെ ഒരേയൊരു നല്ല വശം അത് സമൂഹത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നതാണ് പറഞ്ഞു. താൻ അനുഭവിച്ച അതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ നിരവധി ആളുകൾ തന്നെ ബന്ധപ്പെട്ടതായും ഇന്ന് താൻ വേദിയിൽ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാധകരുടെ സ്നേഹവും പിന്തുണയും മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആർത്തിയുമായുള്ള വേർപിരിയലും പിന്നാലെ കായികയും ഹീലറുമായ കെനീഷ ഫ്രാൻസിസുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുമുള്ള ഗോസിപ്പുകളെല്ലാം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രവിയെ വാർത്തകളിൽ നിറച്ചു നിർത്തിയിരുന്നു. ചില മാസങ്ങൾ മുമ്പ് ജയൻ രവി നടത്തിയ വാർത്താസമ്മേളനത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കുന്നതായിരുന്നു. എന്നെ സഹിക്കാൻ വയ്യ, ശാന്തനായ ഒരാൾ ദേഷ്യപ്പെട്ടാൽ കാടും മൂലവും എന്ന തമിഴ് ചൊല്ല് പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്നെ പരീക്ഷിക്കാൻ നോക്കുന്നവർക്ക് ഞാൻ ഇനിയൊരു പാവമായിരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് താരം വികാരാധീനനായി പൊട്ടിക്കരഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്